ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ്. ചിക്കൻ ഫ്രൈ ബിരിയാണിക്കായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യണം. ഞാൻ ഏകദേശം 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിന് കുറച്ച് ഉപ്പേ ചേർക്കാൻ പാടുള്ളൂ, കാരണം എന്ന് വെച്ചാൽ നമുക്ക് മസാലയിൽ പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട്. അങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടെയാണ്. അങ്ങനെ നമുക്ക് നാരങ്ങ കുരുവൊന്നും ഇല്ലാതെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ഏത് എണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് എണ്ണയിലാണ് ചിക്കൻ്റെ മസാല റെഡിയാക്കുന്നത്, അതേ സെയിം എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഞാനിത് തലേദിവസമാണ് മിക്സ് ചെയ്ത് വെച്ചത്. നിങ്ങൾ ചെയ്യുന്നെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ സവാള നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഈ 4 സവാളയും നമുക്ക് പൊരിക്കണം കേട്ടോ. ഈ എണ്ണ കണ്ട ആരും പേടിക്കണ്ട, ഇതേ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്യുന്നത്. ബാക്കി നമ്മുടെ കാഷ്യൂസും അതുപോലെ റൈസിൻസൊക്കെ ഇതിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കുറച്ച് കുറച്ചായിട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്ന് തുടങ്ങി. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. വേഗം കരിഞ്ഞു പോകാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് കാണാം കളറൊക്കെ മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ പൊരിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ അണ്ടിപ്പരിപ്പ്. ഇതേ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തെടുക്കുന്നത്. അണ്ടിപ്പരിപ്പിന് പാകമൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം ചിലർക്ക് ഇങ്ങനെ ഒരുപാട് ബ്രൗൺ കളറിലും ഒന്നും ഇരിക്കുന്ന ഇഷ്ടമില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം. ഇതിൽ ഞാനുള്ള ഉള്ളി, കരിഞ്ഞു പോയ ഉള്ളിയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും എടുത്തു മാറ്റുക, കാരണം ഈ എണ്ണയിൽ കരിഞ്ഞ ടേസ്റ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ മുന്തിരി ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അങ്ങനെ നമ്മുടെ മുന്തിരിയും നന്നായിട്ട് പൊരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് കോരി മാറ്റി കൊടുക്കാം. ഇനി ഇതേ സെയിം എണ്ണയിലാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ ഓൾറെഡി ചിക്കൻ നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ചൂടെണ്ണയിൽ നമ്മളുടെ ചിക്കനുകളും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഫ്രൈ ആകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കണ്ടേ. അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് അതിൽ നെയ്യ് ആഡ് ചെയ്യുക. നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് 3.5 കപ്പ് ജീരകശാലയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഊറ്റിയെടുത്ത റൈസാണ്. ഇനി ഇതിലേക്ക് ഞാൻ റൈസ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനൊരു മണവും വരും, അതിനോടൊപ്പം ഒരു പൊട്ടുന്ന സൗണ്ടും കേൾക്കും. അതാണ് പാകം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ് 7 കപ്പ് ചൂടുവെള്ളം. അതായത് ഡബിൾ ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മുടെ വെള്ളത്തിൻ്റെ അളവ്. ഞാനിവിടെ 3.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് 7 കപ്പ് വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ 2 കപ്പ് റൈസ് ആണെങ്കിൽ 4 കപ്പ് വെള്ളം, അതുപോലെ. ഇനി ഇതിലേക്ക് ഞാൻ സോൾട്ടും ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് തിള വന്നു. അതിലേക്ക് ഞാൻ ഒരു ചെറിയ പിടി പുതിന ഇലയും മല്ലിയിലയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിൽ നിന്ന് ഒരു ചെറിയ പിടി, നിങ്ങൾക്ക് കാണാമല്ലോ എത്രത്തോളം ഉണ്ട്, ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ചോറൊന്ന് വേകാനായിട്ട് അടച്ചു വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്നെടുത്ത് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു അല്പസമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം നേരത്തെ വെച്ച വെള്ളം പോലെയല്ല, ഇച്ചിരി ഒന്ന് വറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം.
വീണ്ടും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാൻ തുറന്നു. കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചോറ് പാകത്തിന് വെന്ത് കിട്ടും. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കണം. ക്യാമറയിൽ പുകയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അതാ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചോറൊക്കെ നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒട്ടലൊന്നുമില്ലാതെ നല്ല ചോറായിട്ട് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മെയിനായിട്ടുള്ളത് ബിരിയാണിക്കുള്ള മസാലയാണ്. അതിനായിട്ട് നമ്മൾ ബിരിയാണി മസാല ഏത് പാത്രത്തിലാണ് റെഡിയാക്കുന്നത്, ആ പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൽ എണ്ണ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക നല്ല ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാ നിങ്ങളുടെ വേറെ എണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. സൺഫ്ലവർ ഓയിൽ വേറെയും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാം, വേണമെങ്കിൽ കുറയ്ക്കാം. എരിവിനും അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഞാനിപ്പം 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത 4 തക്കാളി. ഞാൻ ഇതിലേക്ക് സവാളയൊന്നും വഴറ്റുന്നില്ല. അതിന് പകരം തക്കാളിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് പറയുന്നത് അടിപൊളി ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ അളവുകളും ഒക്കെ വെച്ച് നിങ്ങൾ ട്രൈ ചെയ്യുക. സക്സസ് ആയിട്ട് റെഡിയാവും കേട്ടോ. നമുക്കിനി അടച്ച് വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി. അപ്പം തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വലിയ വലിയ പീസായിട്ടുള്ളതൊക്കെ ഒന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ഈസി ആയിരിക്കും. ഇതൊന്ന് വാടി വരുന്ന ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബിരിയാണിക്കുള്ള സാധനമാണല്ലോ. അങ്ങനെ ഞാൻ തക്കാളിയുടെ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ പാകത്തിന് അത് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ളത്. അതിനായിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു 3/4 കപ്പ് പുതിന ഇലയും 1 കപ്പ് മല്ലിയിലയുമാണ്. ഇതിൽ നിന്ന് 2 1 പിടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ചോറിന് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 2.5 ടേബിൾ സ്പൂൺ യോഗേർട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാ തൈരും ചേർക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്നത് പുളിയുള്ള തൈരാണെങ്കിൽ ലൈം ജ്യൂസിൻ്റെ അളവൊന്ന് കുറയ്ക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും മസാലയ്ക്ക്. ഇനി ഈ തൈരും ഈ മിക്സ് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. തൈരിൻ്റെ ഈ വലിയ വലിയ പീസൊക്കെ ഒന്ന് മാറി എല്ലാം നല്ല മിക്സായി കിട്ടുന്ന ഒരു പാകമുണ്ടല്ലോ, അതുവരെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ മിക്സ് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാളയാണ്. ഈ സമയത്താണ് നമ്മൾ സവാള ആഡ് ചെയ്യുന്നത്, അതും പൊരിച്ച് വെച്ച സവാള. നമ്മൾ ഈ സവാള പൊരിച്ച സവാളയൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് സത്യത്തിൽ കൂട്ടുന്നത് തന്നെ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ സവാളയും നമ്മുടെ ഇലകളും മസാലകളും എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഞാൻ ഗരം മസാലയുടെ റെസിപ്പി ചെയ്യാം. ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ബിരിയാണിക്കും ബാക്കി കറികൾക്കും ഒക്കെ ഇട്ടാൽ നല്ല മണവും ഒക്കെയുള്ള അടിപൊളി ഈസി ഗരം മസാലയുടെ റെസിപ്പി ഉടനെ ഇടുന്നതാണ്. അങ്ങനെ ഗരം മസാല ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആകെ ഇടുന്നത് ഈ 3 പൊടികൾ മാത്രമാണ് നമ്മുടെ മസാലയിൽ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഇനിയാണ് നമ്മൾ ഈ മസാലയിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്.
അങ്ങനെ നമ്മുടെ പൊരിച്ചു വെച്ച സവാളയല്ല, പൊരിച്ചു വെച്ച ചിക്കൻ, സോറി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാം, പാകത്തിന് ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറും റെഡിയായി, മസാലയും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദം ചെയ്യാനുള്ള പ്രോസസ്സിലോട്ട് പോകാം. ആദ്യം പകുതി ചോറ് ഞാൻ മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. പകുതി ചോറ് നമ്മൾ ചോറ് വെച്ച പാത്രത്തിൽ തന്നെയുണ്ട്. അതിലേക്ക് ഞാൻ ഒരിച്ചിരി പൊരിച്ച ഉള്ളിയും പുതിനയും മല്ലിയിലയും നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടെ ഒരിച്ചിരി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല ആഡ് ചെയ്യാനുള്ള ടൈമായി. ഒരു ലെയറാണ് ഞാൻ ചിക്കൻ മസാല വെക്കുന്നത്. നമ്മളുടെ സൈഡുകളെല്ലാം കവറാകണം, റൈസെല്ലാം കവറാകുന്ന രീതിക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മസാല എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. എല്ലാ സൈഡും കവറായോ മസാല നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ചൂടായിരുന്നു, സ്പൂണൊക്കെ ഭയങ്കരമായിട്ട് ചൂടായിപ്പോയി. അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇനിയിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടിട്ട്, ഇത് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്താണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, കിസ്മിസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് തികച്ചും ഓപ്ഷണലാണ്. കാരണം ഞങ്ങൾക്കിവിടെ സ്മോക്കി ടേസ്റ്റായിട്ട് ബിരിയാണി കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇതിങ്ങനെ നമ്മുടെ കരിയില്ലേ, അത് കനലാക്കിയതിന് ശേഷം കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം അടച്ചങ്ങ് വെക്കുക. അപ്പോൾ ഈ സ്മോക്ക് നന്നായിട്ട് ബിരിയാണിയിൽ കിട്ടും. ഒരു 10 മിനിറ്റോളം ദം ചെയ്യാം ലോ ഫ്ലെയിമിൽ. അങ്ങനെ നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇവിടെ ദമ്മൊക്കെ ആയി അടിപൊളിയായി വന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ ഒരു മണമുണ്ട്. അങ്ങനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. നിങ്ങൾക്ക് കാണാമല്ലോ ആ ബിരിയാണിയുടെ ടെക്സ്ചറൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല പാകത്തിനാണ് നമ്മുടെ ബിരിയാണി ആയി വന്നിട്ടുള്ളത്. ചിക്കൻ പൊരിച്ചിട്ട് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ അതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരു തൈരും പപ്പടവും ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.